ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ബിസ്ക്കറ്റ് പുഡിങ്ങാണ്. സിമ്പിളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ മിൽക്ക്, പഞ്ചസാര, ഒരു ബോർബൺ ബിസ്ക്കറ്റ്. അപ്പോൾ ആ പാലിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാൽ തിളച്ച് വരുമ്പോൾ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം. അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു അരിപ്പ വെച്ച് ആ പാലും മിൽക്ക് മെയ്ഡ് ഒഴിച്ച കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ചൂടാറുവാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെച്ചിന് അത് അതിൻ്റെ അടിഭാഗം ഒന്ന് തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ആ ബിസ്ക്കറ്റ് ഓരോന്നോരോന്നായി നിരത്തി വെച്ച് കൊടുക്കാം. ആ ബിസ്ക്കറ്റ് ഒന്ന് പ്രസ്സായി കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിപ്പിംഗ് ക്രീം അടിഭാഗം ഞാനൊന്ന് തേച്ച് കൊടുത്തത്. ഇനി അതിലേക്ക് ആ മിൽക്കും ചൈന ഗ്രാസും മിൽക്ക് മെയ്ഡും കൂടിയുള്ള കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്തതാണ്. അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി കിട്ടുവാൻ വേണ്ടിയിട്ട് അതൊന്ന് ഫ്രിഡ്ജിലേക്ക് 1 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ആ വിപ്പിംഗ് ക്രീമിലേക്കൊന്ന് കുറച്ച് കൊക്കോ പൗഡറും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതായത് അതിൻ്റെ ഒരു കളറൊന്ന് മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ട്, ചോക്ലേറ്റിൻ്റെ കളറായി കിട്ടുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച പുഡിങ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ വിപ്പ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഒന്ന് മുകളിൽ പുരട്ടി കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട്. അതതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. കുറച്ച് വിപ്പിംഗ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി വെച്ചിന്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് അതിൻ്റെ സൈഡ് ഭാഗമായി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ തണുപ്പിച്ചെടുത്ത പുഡിങ്ങാണിത്. അതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ അടിപൊളി പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് വിടുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇടുന്ന വീഡിയോകളെല്ലാം അപ്പം തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.